എടാ കസേരന്ന് ഇറങ്ങി. ഞാൻ ഇരിക്കാൻ കൊണ്ടിട്ട കസേര ഇറങ്ങ. നീ വേറെ എവിടെയെങ്കിലും പോയി കടാ. എനിക്ക് തറ ഇരിക്കാൻ വയ്യ. നീ എഴുന്നേക്ക. എടാ എഴുന്നേറ്റ് മാറ്. ഞാൻ എപ്പ കസേര കൊണ്ടിട്ടാലും അവൻ അതിൽ കയറിയിരിക്കും. എനിക്ക് തറ ഇരിക്കാൻ വയ്യ മണിയാ. പോയി കഷ്ടം. അവ ഇറങ്ങി പോയല്ലോ അപ്പോഴേ. അവന് പാല് കൊടുക്കാം. ഇറങ്ങടാ. നിന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോകാം. വാ വാ കുളിക്കാം. ആ ചുമ്മാ അലക്കരുത് കണ്ടോ. എന്തുവാടാ എന്തുവാടാ. നീ പോയി ഉറങ്ങ. നമ്മുടെ അടുക്കള വശത്തിന്റെ കോലം കണ്ടോ. അപ്പൊ ഞാനേ നീ മിണ്ടായിരിക്കേ. നിനക്ക് കേക്കുവോ? യോ തേങ്ങ ഉണങ്ങി നിൽക്കുക. മണ്ടയിലെങ്ങാണം വീണ ഞാൻ തീർന്നു. ചീനിയുണ്ട് ചീനി ബീഫ്. ഇനി പൊളിക്കാൻ പോകാം. എന്നാ ഇതി കയറിയാട്ടെ. ഇതി കയറ സുണ്ട ഭൂമി ഇവിടെ ചാച്ചടാ. അവിടെ വാവേ. മണി സുന്ദരിയെ. അയ്യോ ഇത് 1 കിലോയാന്നോ? സത്തി പോലെ എനിക്ക് എന്റെ കൊച്ചിരി പൊണ്ടയിലെ മുറിക്കാൻ പറ്റും. നീ വഴിന്ന് മാറിയിരിക്കടാ. ചവിട്ട് കിട്ടും. ഞാൻ പൊളിച്ചോളാം. ആ കൊച്ചിനും വേണ്ട. നോക്കട്ടെ. വേറെ മറ്റേ രുചി. അമ്മയൊന്ന് നീങ്ങിയ കുഞ്ഞിനെയും കൂടെ കാണട്ടെ അവന്. അത് അവൻ പറയുന്നേ. നമ്മുടെ കുണ്ടിയാ കാണാൻ പോകുന്നത്. വേണ്ട മോനെ കണ്ടോ? അവനെ കാണിക്കണോന്ന് അവൻ പറയുന്നത് അവന്റെ ഭാഷയില്. എങ്ങും പോകത്തില്ല, ഇവിടെ തന്നെ ഉണ്ട്. മണിയാ നീ അങ്ങോട്ട് പോ. അമ്മ അവരോട് ഇരി. ഞാൻ നിങ്ങളെ അടുത്ത് കാണിക്കാം. അയ്യോ എന്റെ ദൈവമേ, ഇപ്പൊ എന്റെ ഫോൺ പോയേരേ. എന്റെ ദൈവമേ, ഇതേതായി പൂച്ച സാറ്? എടാ മണിയാ, നീ എന്തുവാടാ ഈ നോക്കുന്നേ? അവൻ എന്തോമേ നോക്കുന്നേ? തലയുടെ അവൻ അടിയൊക്കെ കിട്ടും മണിയനെ. പക്ഷെ ഇയാള് ഇവിടെ കിടന്നേ ഉറങ്ങത്തുള്ളൂ കേട്ടോ. എങ്ങും പോകത്തൊന്നുമില്ല. അവൻ പേടിച്ചു പോയി. കഷ്ടം. പിന്നെ ഒരൊറ്റ കുത്തിനെ കൊല്ലണം. എന്റെ പെടലിൽ കണ്ടില്ല. പെടലിൽ മണി മണ്ണുണ്ടെന്ന് വെച്ച് മണിച്ചി ലക്ഷങ്ങളുടെ ആരാധകനാ.
മണിയന്റെ എല്ലാ വീഡിയോയും 10 ലക്ഷത്തിൽ പുറത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ട്, റീൽസൊക്കെ. പൊന്നെ അതുകൊണ്ട് അവനങ്ങ് സുന്ദരനായിട്ടിരിക്കുന്നു. പൊന്നുമോനെ പൊട്ടെന്തിനാടാ വാങ്ങിക്കുന്നത് ഇങ്ങനെ? പൊന്നുച്ചി ചാച്ചി ചേട്ടെ ബൂട്ടീസം ചെയ്യേ. ഞാൻ ഉള്ളി പൊളിക്കാനായിട്ട് പോവാ. ഉള്ളിയൊക്കെ അളിഞ്ഞു നോക്ക. എനിക്ക് പണ്ട് ഈ അളിഞ്ഞുള്ളി ഇഷ്ടമേ അല്ല. ഈ അളിഞ്ഞുള്ളിക്ക് എന്തൊരു വാടയാ. ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. എല്ലാം നമ്മുടെ അതെടുത്ത് പുറത്ത് വെച്ചേരമ്മ, ഞാൻ കഴിച്ചോളാം. നമ്മുടെ എല്ലാ അഴുക്ക് സാധനവും താഴെ കുഴിയിലോട്ടാണ് ഞാൻ എറിയുന്നത്. മണിയും വെയിൽ കൊള്ളാൻ പോയി. നല്ല വെയിലുണ്ട് കേട്ടോ. അത് വെന്ത പയറാ. അമ്മ ചീനി അരിയുക, ഞാൻ ഉള്ളി പൊളിക്കുക. അത് എല്ലാം നമ്മ കൊത്തി അരിയാത്തേ. ഞാൻ അരിയാൻ മക്കളെ, ചിലപ്പോൾ മേലുള്ളതുകൊണ്ട് വേഗത്തില്ല. ചാച്ചാ ചാച്ചാ എവിടെ പോയി? അവിടെ അടുത്തേക്കൊന്ന് കൊടിക്കാത്ത. ആ കൊടിക്കാത്ത ഉണക്കോടെ മണ്ണെടുത്തിട്ടാലേ കൊടി കളഞ്ഞു പോവും. നല്ല പാടാന്നോ അരിയാൻ? കേട്ടോ, പീക്കാണ്ടി ഉള്ളി പൊളിച്ച് ഇമ്മണിയുള്ള പീക്കാണ്ടി ഉള്ളി, വലിയ കൊച്ചുള്ളി ആയിരുന്നേ പൊളിക്കായിരുന്നു എളുപ്പം. ഞാൻ കുറച്ചേ പൊളിച്ചുള്ളൂ, ബാക്കി അവിടെ വെച്ച്. ഉള്ളി പൊളിച്ച് കഴിഞ്ഞാൽ കയ്യിലങ്ങ് ഉള്ളി വാടയാണ്. എനിക്കൊരു 4-5 മാസം വരെ ഉള്ളിയുടെ സ്മെല്ല് പറ്റത്തേ ഇല്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കഴുകാൻ എന്താ ഇത്രയും പാത്രമുണ്ട്. അമ്മ ഒന്ന് കഴുകും. ഇനി ഞാൻ ഈ സ്റ്റാൻഡൊക്കെ ഇവിടെ ഇട്ടിട്ട് അങ്ങ് പോകും കേട്ടോ. പിന്നെ അതിൻ്റെ പേര് എനിക്ക് വഴക്ക് കേൾക്കും. ചാച്ചൻ കണ്ടെത്തി വെള്ളം തിരിക്കാനായിട്ട് പോയി. നോക്കട്ടെ, നമുക്കൊരു തോരൻ വെക്കാനുള്ള പയറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതുകൊണ്ട് അപ്പുറത്ത് ഒരു 10-15 പയർ കാണും. അതുകൊണ്ട് അവിടെ ചാച്ചനെ കാണുന്നില്ല. ചാച്ച അവിടെ എവിടെയോ കാരണം വാഴയ്ക്ക് വളമിട്ടിട്ട് വെള്ളം ഒഴിക്കാനും വേണ്ടി. വെയിലും ഉണ്ടോ? നമ്മുടെ കിണറിൻ്റെ ഇവിടെ നിൽക്കുന്ന ഈ കടലാസേടി പൂത്ത് നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ തണുപ്പെന്ന് പറയുന്നൊരു സാധനമില്ല. ചൂട് കാറ്റാണ് അടിക്കുന്നത്. നമ്മുടെ ഇവിടെ ആയിട്ട് ഇത്രയും ചൂട്, ഈ വയലും റബ്ബറും തോട്ടവും ആയിട്ട്. അപ്പോൾ ഈ അല്ലാത്തടത്തെ അവസ്ഥയൊന്നും ഓർത്തേ, എന്തോരം ചൂടായിരിക്കും. അക്കരെ അക്കരെ റബ്ബറൊക്കെ കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ തളർത്ത് നിൽക്കുന്ന. ഈ റബ്ബർ തളർത്തേനൊരു മണമുണ്ട്, പ്രത്യേക ഒരു മണമാണ്. നമ്മുടെ ഇവിടെ റബ്ബർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ ഇവിടെ ഫുൾ ഇരുട്ടിലിരുന്നേനെ. അപ്പുറത്തെ മുറ്റത്ത് അപ്പുറത്തെ അയ്യത്തുനിന്ന് വരും. പക്ഷേ എങ്കിലും കുറച്ച് ഈ മഹാഗണി അതും ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ തണുപ്പായേനെ. സത്യം പറഞ്ഞാൽ മഹാഗണിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കിണറ്റിൻകര എപ്പോൾ വേണമെങ്കിലും പോയിരിക്കാം കേട്ടോ. മാവും മഹാഗണിയും നാഞ്ഞിലിയൊക്കെ ഉള്ളപ്പോൾ നല്ല തണുപ്പായിരുന്നു. അവിടെ ഇരുന്ന് ഫോണിൽ ഭയങ്കര തകർത്ത് കളിക്കുമോ, മണിക്കൂറുകളായി. ക്യൂട്ടിക്സിൻ്റെ കളർ കണ്ടോ, പന്ന കളറ്. ഞാൻ തന്നെ അടിച്ചു ഇത് മാറ്റണം. എനിക്ക് ദേഷ്യം വരുന്നതിനെ കാത്തു ഞാൻ പറഞ്ഞേ. വലിച്ചങ്ങ് പറയും മുടി മൊത്തത്തി കേട്ടാ. അമ്മേ പതിയെ ചീപ്പിയാലും പേൻ വരും ഉണ്ടെങ്കിൽ. പേൻ എവിടുന്ന് കയറിയെന്ന് അറിയത്തില്ല. പക്ഷെ കുഞ്ഞ് ഞമ്മ പേനുണ്ട്. അമ്മേ അനാവശ്യം പറയരുത് കേട്ടോ. പുഴുത്തൊന്നും ഇരിക്കുമല്ല. ആകെ 1-2 പേനെ കിട്ടിയെന്നെ ഈ തള്ള പറയുന്നത്. പുഴുത്തിരിക്കുമെന്ന് എനിക്കൊന്നത് പനിപ്പേൻ വല്ലതും വന്നേ ആയിരിക്കും. ഞാനാണെങ്കിൽ ഇവിടെ പെയിൻ ചീപ്പാനും വേണ്ടി പെയിൻ ചീപ്പും കൊണ്ട് വന്നിരുന്നു. എന്നിട്ട് ഞാൻ പതിയെ ചീപ്പുമായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ളി പൊളിച്ചുകൊണ്ടിരുന്ന് ഇനി എൻ്റെ പാത്രം കഴിയുണ്ടോ അതെല്ലാം കളഞ്ഞിട്ട് വന്ന് എൻ്റെ തല മാന്തി പറിക്കുക ഈ തള്ള. എൻ്റെ ഈ മുതുവൊക്കെ ചീപ്പിട്ട് വലിച്ച് മുറിച്ച്. ഇത് എവിടെ നിന്ന് വന്നമ്മ ഈ പേന്? അമ്മയുടെ തലയിലുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അമ്മയുടെ തല നിൻ്റെ തലേന്ന് കയറിയേ? എൻ്റെ തല ഇത് എവിടുന്ന് കയറാനാ? നിനക്ക് പനി വന്നില്ല നേരെ കയറിയത്? പണ്ട് ഈരോലിയും കൊണ്ട് വലിക്കുമായിരുന്നു എൻ്റെ ദൈവമേ. ഉള്ള മുടി മൊത്തം പറിച്ച് കളയും എന്നിട്ട്. പക്ഷെ നല്ല രസമാണ് എന്നിട്ട് ഇങ്ങനെ എടുക്കണത് നടക്കുന്നേ. ഞാൻ സ്റ്റീൽ പാത്രം കൊണ്ട് പോകുമായിരുന്നു ഈരിനെ അതിൻ്റെ മണ്ട വെച്ച് പൊട്ടിക്കാൻ.
ചുമ്മാ സൗണ്ട് ഉണ്ടാക്കും, അതിലൊന്നും പേനൊന്നുമില്ല. പേനില്ലല്ലയോ? എനിക്ക് കൊതിയുണ്ട് സൗണ്ട് ഉണ്ടാക്കാൻ. ഉണ്ടേ ഞാൻ എന്നും ചെയ്യിപ്പം, പക്ഷേ ഇത് എവിടെ നിന്ന് കയറിയെന്ന് എനിക്ക് അറിയത്തില്ല. ആരോന്നോ മാമ കറി വെക്ക ഉള്ള തള്ള ഇവിടെ നിന്ന് എൻ്റെ തലയിലെ പേനും കൊന്നോണ്ടിരിക്കും. ഇങ്ങി താ, ഞാൻ ചെയ്യിപ്പിക്കോളാം. ഞാനല്ലേ വെക്കുന്നത്, പോ മിണ്ടാന്നേരി. ആ ചെറുക്കന് കൊട്ടവെയിലത്ത് കിടന്ന് പബ്ജിയോ ഫ്രീ ഫയറോ അങ്ങോട്ട് കളിക്കുകയോ മണിക്കൂറുകൾ കൊണ്ട്. മച്ചി ഉറക്കം ഉണ്ടായപ്പോൾ നല്ലോണം പഠിക്കുന്നു. അടിച്ച് പെറുത്തു. പക്ഷെ പിച്ചാത്തിയും കൊണ്ട് നോക്കുന്നതായിരുന്നു സുഖം. അപ്പം അമ്മ പാത്രം കഴുകുന്നതേ ഉള്ളൂ. കറി അടുപ്പത്തിട്ടു. പൊരിപ്പായിരുന്നു. അമ്മയുടെ കൂടെ മണിമോനെ കൂട്ടിരിക്കുന്നുണ്ട് പാത്രം കഴുകുന്നതിന്. നമ്മുടെ പയറിന് നെറ്റ് കെട്ടുക. പയറിന് കണ്ണിട്ടായിരിക്കാൻ നെറ്റ് കെട്ടു അടയരായൻ. നമുക്ക് പോകുന്നിടത്ത് നമുക്കൊരു വണ്ടിക്കൂലി കൂടെ കിട്ടുവാനേ നമുക്ക് അല്ലാതെ പറിക്കായിരുന്നല്ലയോ പിന്നെ അതുകൊണ്ടുള്ള മെഴുക്കുരട്ടി വെക്കാൻ അങ്ങനെ വലിയ പൈസ ചാർജിയോ കാര്യങ്ങളോ ഒന്നും ഉള്ള കൂട്ടത്തിലൊന്നും അല്ല. അതെ അതെ. നമ്മള് ഡാഡി ഇവിടെ ഇരുന്ന് ഉറങ്ങുവാണ്, സ്ലീപ്പിങ്. കൊട്ട വെയില. അമ്മ തുണി കഴുകിയിടുന്നു. ഇപ്പം സമയം ഏകദേശം ഒരു 1 മണിയൊക്കെ ആയി. അതെല്ലാം അടുക്കി പറയേ തൂത്തുവാലുണ്ട്. ഞാൻ പറഞ്ഞു പോയി കിടക്കാൻ കുറച്ച് നേരം. ഇവിടെ എല്ലാവരും ഉറക്കം. മണിസാറ് ഫ്രിഡ്ജിൻ്റെ പുറത്ത്, അത് അവൻ്റെ സ്ഥലം കേട്ടോ, അവിടെ കിടന്നേ ഉറങ്ങും. ചാച്ചൻ എന്ത് ചെയ്യുന്നു അറിയത്തില്ല. ചാച്ചൻ ഉറക്കം എഴുന്നേറ്റായിരുന്നു. എഴുന്നേറ്റിട്ട് ചാച്ചനാണെങ്കിൽ ചീനിയൊക്കെ ഇരുന്ന് തിന്നുന്ന ഞാൻ കണ്ടു. അമ്മയെ ഞാനിപ്പോൾ വിളിച്ചു. 4:30 എഴുന്നേക്കാൻ പറഞ്ഞു വിളിച്ചു. ഭയങ്കര ചൂട്. അപ്പം ഞാൻ ചേട്ടയെ കൊണ്ടുവന്നൊരു ഓറഞ്ച് എടുത്ത് പൊളിച്ച് തന്നെയാണെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇവരൊക്കെ ഭയങ്കര പൊരിഞ്ഞ ഉറക്കമായിരുന്നു. എഴുന്നേക്ക് പണി. എനിക്കും ചാച്ചനും കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കാൻ പോവാ. ചാച്ചൻ എന്തെടുക്കുമെന്ന് നോക്കട്ടെ. ഓ, ഇവിടെ ഇരുന്ന് പൊട്ടണി. ഇതോണ്ടേ ചാച്ചാ കസേര ഇരിപ്പുണ്ട്, പൊട്ടണീച്ച. അതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ വൈകിട്ടത്തെ വെള്ളം തിളപ്പീര് പരിപാടിക്ക് തുടങ്ങി കേട്ടോ. നമ്മൾ ഈ കലം നമ്മൾ വെള്ളം തിളപ്പിക്കാനും വേണ്ടി എടുത്തു. മറ്റേ കലം അമ്മ പറഞ്ഞ് എടുക്കണ്ട, ഇതൊരു അമ്മ ഇത് കിഴിഞ്ഞ കലമല്ലയോ? അപ്പം അതിൽ കൂടെ വെള്ളം പോത്തില്ലയോ? എനിക്കും ചാച്ചനും കൂടെ ഉള്ള വെള്ളമാണ്. ഞങ്ങൾ ഔഷധ വെള്ളത്തിലാണ് കുളിക്കുന്നത്. ചാച്ചന് ഞാൻ പനിക്കുറുക്കൊക്കെ ഇട്ടാൽ ഇന്നലെ തിളപ്പിക്കാൻ കൊടുത്തേ. ഓ, ഇന്ന് കൊക്ക് വന്നില്ല. മറ്റേ കൊക്കല്ല, അത് വേഴാമ്പലാന്ന്. ഇവർ രണ്ടും കൂടെ പറയും അത് വേഴാമ്പലാന്ന് പോലും, കൊക്കിനെ കണ്ടിട്ട്. ഒരു കുഞ്ഞനീച്ചയല്ലയോ? ആ മുറിവിൻ്റെ വണ്ട അടിക്കല്ലേ, നല്ല വേദനിക്കും. ഓ, തീ ആളിക്കത്തി. കാറ്റുണ്ടെങ്കിൽ ചൂന്ന് കത്തും കേട്ടോ, വിഷയമില്ല. നമ്മുടെ കലം അടുപ്പത്ത് വെച്ചു. നമ്മൾ 2 വിറകേ വെക്കുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മുടെ അയ്യത്തുനിന്ന് നുള്ളിപ്പറക്കി നമുക്ക് ഇഷ്ടം പോലെ വിറക് കിട്ടും. പിന്നെ കുറേ ചിരട്ടയും കിടപ്പുണ്ട്, അതെല്ലാം കത്തിച്ച് കളയാമെന്ന് വെച്ചു. അതിൻ്റെ അടിയിലേ ചിരട്ടയും തൊണ്ടും ഒക്കെ കിടപ്പുണ്ട്. ഇതിപ്പോൾ ഷൂന്നങ്ങ് തിളയ്ക്കും, എളുപ്പം തിളയ്ക്കും. ഡാഡി കൊണ്ടേ അവിടെ നിന്ന് കണ്ടം നോക്കുക. അപ്പം ഞാൻ ബീഫും ചീനിയും കൂടെ കഴിക്കാനെടുത്തോ. ഇവിടെ തണുത്ത വെള്ളവും. സുന്ദരമോൻ ഉറക്കം എഴുന്നേറ്റ്. മണിമോണി നമ്മുടെ തീ കുറച്ച് ഒരു കുഞ്ഞു പുക മാത്രമേ ഉള്ളൂ.
അയ്യോ അമ്മയെ കണ്ട ഗുണ്ടപ്പെണ്ണുങ്ങളെ പോലെ ഇരിക്കുന്നു. പോന്ന ഗുണ്ടപ്പെണ്ണുങ്ങൾ തുണി കഴിയിട്ട് പോവാട്ടോ. ഇപ്പോൾ വരും. ഇവിടെ നമ്മുടെ പയറിന് നെറ്റ് കെട്ടി എന്തിനാന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞില്ലേ കണ്ടത്തിൽ കൂടെ പോകുന്നവർ പറിച്ചോണ്ട് പോകത്തില്ലയോ എന്ന്. അമ്മ അയ്യത്തുള്ള കോവയ്ക്കൊക്കെ പറിക്കുക കേട്ടോ. ഈ കോവയ്ക്കല്ലല്ലോ എന്തോ ഒരു സാധനം കുത്തുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു അമ്മ കോവയ്ക്ക് പറിക്കോ, കോവയ്ക്കലൊക്കെ എന്തോ കുത്തി പറിക്കുന്നുണ്ടെന്ന്. അമ്മയെ കാണുന്നില്ലല്ലോ. അത്രയും ഉണ്ടായിരുന്നു അമ്മേ? ഒരു തോരമൊക്കെ ഉള്ളതാണ് ചതച്ചിട്ട. എനിക്കാണെങ്കിൽ കാല് നല്ല വേദന എടുക്കും. അപ്പം ഞാൻ ഇവിടെ എണ്ണ എടുത്തുകൊണ്ട് വന്നുകൊണ്ട് ഇവിടെ ഇരിക്കുക, അമ്മയെ വെയിറ്റ് ചെയ്ത്. സൂക്ഷിച്ചു അതിലേക്ക് മണ്ണ് ഉറച്ചു കിടക്കുക. അത്ര ഉണ്ടല്ലേ. നമുക്ക് ഇഷ്ടം പോലെ കോവയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പൊ ഉണക്കായപ്പോ എന്തോ ഒരു പ്രാണി കുത്തുന്നു. ഈ കോവലിൻ്റെ മൂട്ടിലേ നമ്മൾ മീൻ കഴുകിയിട്ട് അതിൻ്റെ തല എല്ലാം കുഴിച്ചിട്ട് നല്ല കായ പിടിക്കും. അതുകൊണ്ടേ ആ താഴെ 2 എണ്ണം പിടിച്ച് കിടക്കുന്നുണ്ടോ? അയ്യേ ആ വാടിയത് എന്തോത്തിന് അമ്മയെ തിന്നുന്നേ. എനിക്ക് ഇഷ്ടമല്ല ഈ കോവയ്ക്ക്. അതുകൊണ്ട് അമ്മയുടെ കൈയുടെ അപ്പുറം ഇപ്പുറം ആ കൈ പിടിച്ചേക്കുന്നതിന് അപ്പുറം ഇപ്പുറം അതങ്ങ് പറിക്കേ. ഇരുന്നാലും ആ പക്കി കുത്തും. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ നട്ടയാന്നോ തന്നെ കളിച്ചാന്നോ? അയ്യോ അമ്മ തൊടമ്പം തന്നെ എനിക്ക് സുഖം. നമുക്ക് വേദനയൊക്കെ നീരൊക്കെ എടുത്തിരിക്കുമ്പളേ ആരെങ്കിലും ഒന്ന് തൊടുമ്പോൾ എന്തൊരു സുഖമാണെന്നറിയാമോ. ഇനി കുഞ്ഞു വന്നു കഴിഞ്ഞാൽ എനിക്ക് റെസ്റ്റാണ്, പിന്നെ അമ്മയ്ക്കാ പണി. അമ്മ നല്ല പണി എടുത്തേ പറ്റൂ. ഒരു കൊച്ചിനെ വളർത്തണമെങ്കിൽ ചില്ലറ കാര്യമാണോ? അമ്മ നല്ല പണി എടുക്കണം. പക്ഷെ തള്ളയുടെ അടുത്ത് വളർത്താൻ ഞാൻ നിർത്തത്തില്ല കേട്ടോ. തള്ള നല്ല ചീത്ത വിളിക്കും ദേഷ്യം വന്ന. നഖം വെട്ടിക്കളയാതെ. നഖം ഞാൻ എങ്ങനെ ഇരുന്ന് വെട്ടാനാ കുനിഞ്ഞ്? നിന്റെ മോനെക്കെട്ട് ഞാൻ അമ്മ വെട്ടി തരാം. അത് ഉരിഞ്ഞാ മതി അമ്മ. എൻ്റെ നാട്ടിന് കട്ടിയില്ല, ഉരിയാൻ പറ്റും. അമ്മ എൻ്റെ ഞാൻ കുഞ്ഞായപ്പോ എത്ര നാള് നഖം വെട്ടി? 10 വയസ്സായപ്പോ ഞാൻ നെയിൽക്കട്ടർ വെച്ച് എന്നെ നഖം വെട്ടി. അയ്യോ നഖം പറഞ്ഞു പോരത്തില്ലേ അമ്മേ? 10 വയസ്സായപ്പോ 10 വയസ്സായപ്പോ എനിക്ക് നഖം ഉണ്ടായിരുന്നോ? ഭയങ്കര കുഞ്ഞിലെ നെയിൽക്കട്ടർ ഉണ്ട്. ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ, നെയിൽ കട്ടറൊക്കെ കൊണ്ട് നഖം വെട്ടുന്നത്. അത്രേ ഉള്ളൂ അമ്മ വെട്ടാൻ. എന്നാ കണ്ണാടിയും കൂടെ എടുത്തോണ്ട് വന്നുകൂടായിരുന്നോ? കണ്ണാണോ ഇന്ന് വെട്ടുക. നല്ല പുതുമണ്ണിൻ്റെ മണം, വെള്ളം വീണപ്പോൾ. എടീ നഖത്തിലൊന്നും അല്ല നീട്ട് പിടിക്കുന്നേ. അപ്പം ഞങ്ങൾ നഖമെട്ടലൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ പോവാ. ഞാനപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണ് വീങ്ങിയിരിപ്പുണ്ടോ അമ്മേ? ഞാൻ കുളിച്ച് അപ്പം അമ്മ എൻ്റെ കാലൊക്കെ തേച്ച് തരാൻ വരാമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അമ്മ തൂത്തു വരുമായിരുന്നു. പിന്നെ ഞാൻ പോയി അങ്ങ് കുളിച്ച്. കണ്ടോ പൊടിയുണ്ടോ? അതെ അതെ, അമ്മ ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, എനിക്ക് ഇപ്പം തൂക്കാനൊന്നും വയ്യ. നമ്മുടെ കട്ടിലെ പുതിയ ബെഡ്ഷീറ്റ് ഇരിക്കുമ്പോൾ കിടക്കാൻ എന്തൊരു സുഖമാണ്. അതൊരു വല്ലാത്ത സുഖമാണ്, അതെനിക്ക് ഇഷ്ടമാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ ഈ കരിപ്പെട്ടി ഇങ്ങനെയൊക്കെയുള്ള പെട്ടി ഉറക്കാൻ നമുക്ക് നമ്മുടെ വായു ഉപയോഗിക്കാമേ. ഇതാ ലിബാം ഞാൻ പറഞ്ഞതാ. അത്യാവശ്യം കളറും ഉണ്ട്, ചുണ്ടിലെ കറുപ്പും കുറയും.
ഞാൻ എന്നും ഇതിടും കേട്ടോ. ഓ അതേടി, ഇതില് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന ലിബാം ഇടുന്ന ഫീലല്ല കേട്ടോ. ഈ നെയ്യിലൊക്കെ ഓരോന്ന് തേച്ചിട്ടിടുന്ന പോലെയാ. അമ്മ ഇട്ടിട്ടുണ്ടോ? ഇതിട്ടോളാം ഞാൻ പറഞ്ഞില്ലയോ? ഇല്ല, ഞാൻ ഇട്ടില്ല. നാളത്തെ പോകാൻ പറ്റുണ്ടോ? കുളിക്കാതെ ഇടുന്ന എന്തിനാ? നോക്കിയതില്ല, ഇടാനല്ലല്ലോ. അതിടാം. ഇത് മുഖത്തിടാൻ പറ്റും. അത് സൺസ്ക്രീനാമേ, ഈ വെയിലൊക്കെ കൊള്ളുമ്പോ ഉള്ള ഇതിന്. പൗഡർ ഇടണോ? എന്നിട്ട് വേണ്ട, എനിക്ക് പൗഡർ ഇടണം. പൗഡർ ഇട്ടില്ല. ഡാഡി കുളിക്കാൻ പോയില്ല, വെള്ളം അവിടെ വെച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് എന്തിനാ പോയി? ഇന്ന് നമ്മുടെ കണ്ടെത്തി വെള്ളം തിരിച്ചുകൊണ്ട് വരുമായിരുന്നു. വെള്ളം വന്ന് കണ്ടെത്തി. ചീനി സൂപ്പറായിരുന്നു, ചീനി സൂപ്പറായിരുന്നു. അവൻ എന്ത് ചെയ്യാച്ചാ? അമ്മ ഇവന്റെ കഴുത്ത് നോക്കമ്മേ. സരസ്വതിയാൻ്റെ കടയിൽ പോവാ. അമ്മ അല്ല, മീൻ വാങ്ങിക്കാൻ പോവാ. അമ്മ ഫോൺ സിം റീചാർജ് ചെയ്യുക. കഴിക്കണം കണ്ടോ, ഒരു ദിവസം കൊണ്ട് കരിയായി. അമ്മ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ ഇവിടെ അമ്മയുടെ അടുത്തൊരു കസേര ഇട്ടുണ്ട്, ഇവിടെ വന്നിരിക്കുക. ഈ ചാച്ചൻ എന്ന് കുറിയിട്ടാലും ഇടത്തോട്ടേ കുറിയിടത്തുള്ളൂ. ചാച്ചൻ കറക്റ്റ് നടക്ക് കുറിയിടത്തേയില്ല. എൻ്റെ കയ്യിൽ ഞാൻ ഒരു താക്കോല് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് ഈ സമയം പുറത്തിറങ്ങുമ്പോൾ ആണി പിച്ചാത്തി ഇരുമ്പൊക്കെ പിടിക്കണം, മാക്സിമം ഈ സമയം പുറത്തിറങ്ങരുത്, തിണ്ണയ്ക്ക് പോലും വന്നിരിക്കരുതെന്നാണ് പറയുന്നത്. എന്തൊക്കെയാ പിന്നെ അനുസരിച്ചേക്കാം. കാരണം ഇതിൻ്റെ പുറയിൽ എന്തുവാ സന്ധ്യ സമയത്ത് എങ്ങനെ തട്ടി വീഴുമോ എടുക്കുമോ എന്നൊക്കെ വെച്ചായിരിക്കും. കറണ്ടൊക്കെ പോയാൽ അങ്ങനെയൊക്കെ വെച്ചായിരിക്കും. എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ അനുസരിച്ചില്ല എന്ന് വേണ്ട. കമന്റ് ഇല്ല ഇതിനൊന്നും. കമന്റ് ഇടാൻ അറിയത്തില്ലയോ? അല്ല, ഇത് കമന്റ് എനിക്ക് അറിയാം. ഇതിന് എടുത്ത് കമന്റ് ഇട്ടാൽ മതി. ആ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ആയതല്ലേ ഉള്ളൂ, അപ്പോഴേ എങ്ങനെ കമന്റ് വരുന്നത്? ഇപ്പോൾ ഇട്ടതാണ്. ദോശ ഇരിപ്പുണ്ടായിരുന്നു. ഞാനപ്പം ദോശയും ബീഫ് കൂടെ എടുത്തു. ഫ്രിഡ്ജിൽ കടലക്കറി ഇരിപ്പുണ്ട്. ഒരു ദോശയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. നാളെ ഇനി അമ്മയ്ക്ക് വായനയുണ്ട്. കോട്ടുക വന്നു, അതാ ഞാൻ ഓഫാക്കിയത്. എനിക്ക് ഉറക്കം വരുന്നു, പക്ഷെ കിടന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇനി ഇന്ന് പാല് നേരത്തെ വന്നു. അപ്പോൾ അമ്മ പാലൊക്കെ വാങ്ങിക്കാൻ പോയിട്ട് പാലും ഉണ്ട്. അപ്പോൾ വെളിയിൽ വെച്ചിരുന്നു കുപ്പിയിൽ ഇന്നലത്തെ പാലിരിപ്പുണ്ട്, അതാ കാച്ചുന്നത്. ഇനി അമ്മ കാച്ചൊന്നും എനിക്ക് അറിയത്തില്ല. അമ്മ പോയി കിടന്ന്, എനിക്ക് അവിടെ പോയി നിൽക്കാൻ വയ്യ, കാലിന് ഈ വേദന എടുക്കുന്നു. അതുകൊണ്ട് ഞാൻ മരുന്ന് കഴിക്കാനുള്ള വെള്ളം എടുത്തുകൊണ്ട് ഞാനും ഇങ്ങനെ പോരുന്നു. 9:30 ആയതേ ഉള്ളൂ. അമ്മ എന്തായാലും പാല് വെച്ച് തരാതെ കിടക്കത്തില്ല. മണിമോൻ ഇന്ന് മീനില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞിനൂടെ കുറച്ച് പാല് കൊടുക്കണേ അമ്മയെന്ന് പറഞ്ഞു. പിന്നെ മണിമോൻ ഒറ്റയ്ക്ക് വർക്ക് കയറിയിരിക്കുമായിരുന്നു. പിന്നെ എടുത്തുകൊണ്ട് വന്ന് ചാച്ചൻ്റെ അടുത്തിരുത്തി. ചാച്ചൻ്റെ അടുത്തൊന്നും വെച്ചില്ല, കുറച്ച് ദൂരെ വെച്ചു. ചാച്ചങ്ങി മോർണിംഗ് വാന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ അടുത്തോട്ട് പോയി ഒട്ടിപ്പോയിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പിയായിട്ട് അടിച്ചു പൊളിച്ചിരിക്കും കേട്ടോ. ഇത് ഞാനൊരു കുരു പൊട്ടിച്ചതാണ്. അതായിരുന്നു ഇന്നത്തെ പരിപാടി. അപ്പം ടാറ്റാ.